നമസ്കാരം, മാമലി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. IPL ചെന്നൈ സൂപ്പർ കിങ് പുറത്തായതിനു ശേഷം പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 2 ദിവസമായി മനസ്സിൽ വിചാരിക്കുന്നു ഒരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ ഇങ്ങനൊരു വിഷമം നിറഞ്ഞ വീഡിയോ ആയിരിക്കണം എന്ന് ഞാൻ കരുതിയില്ല. പക്ഷേ എന്ത് ചെയ്യാനാ, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന പ്രദേശത്ത് ഒരു 1.5 വയസ്സുകാരനെ 51 മുറിവേൽപ്പിച്ചുകൊണ്ട് ഒരു നരാധമൻ കൊലപ്പെടുത്തി. അമ്മയുടെ കാമുകൻ. അപ്പം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ, എത്ര ക്രൂരനാകാൻ പറ്റുന്ന ഒരു മനുഷ്യനിക്കും പിഞ്ചു കുഞ്ഞുങ്ങളോട് തോന്നുന്ന ഒരു സ്നേഹവും ഇതൊക്കെ ഉണ്ട്. എത്രയോ കൊലപാതകങ്ങൾ നമ്മൾ കേരളം കണ്ടതാണ്. പല കൊലപാതകങ്ങളും നമ്മൾ മാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും നമ്മൾ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒന്ന് ഉറക്കപ്പോലും കരയാൻ, ഒന്ന് പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാത്ത 1.5 വയസ്സുകാരനെ ചുമരിൻ്റെ ഭിത്തിയിലടിച്ചും പല സ്ഥലങ്ങളിൽ മുറിവേൽപ്പിച്ചും കൊലപ്പെടുത്തിയ നരാധമനെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ നാട്ടുകാർ പ്രതികരിക്കുന്ന കണ്ടു. പക്ഷെ ആ വീഡിയോ പ്രതികരിക്കുന്ന സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു പോലീസുകാരൻ, മനസ്സാക്ഷിയുള്ളൊരു പോലീസുകാരൻ എൻ്റെ വീട്ടിലും ഇതുപോലെ കുട്ടികളുണ്ടെന്ന് വിചാരിച്ചൊന്ന് കണ്ണടച്ച് അവനെ നാട്ടുകാരുടെ മുമ്പിലേക്കൊന്ന് വിട്ടുകൊടുത്തിക്കണേ. നാട്ടുകാർ കാര്യം തീർക്കുമായിരുന്നു. എന്തിനാ ഇവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് മാസ ശമ്പളം കൊടുത്തിട്ട് മട്ടൻ ബിരിയാണി കൊടുത്ത് XXL ഷർട്ട് ഇട്ടിട്ടൊരു ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട്? കാരണം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഗോവിന്ദച്ചാമിനെ പോലത്തെ ആൾക്കാർ മട്ടൻ ബിരിയാണിയും കഴിച്ച് കൊണ്ട് പോകുമ്പോൾ 42 കിലോ ഉണ്ടായി ഗോവിന്ദച്ചാമി, ഇപ്പോൾ 75-80 കിലോനായി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മളെ നിയമവ്യവസ്ഥയെ കുറ്റം പറയുന്നതൊന്നുമില്ല, ഇപ്പോഴത്തെ ഭരണകർത്താവിനെയും പോലീസുകാരെയും ഒന്നും കുറ്റം പറയുന്നില്ല. ഇവിടുന്ന് കൊണ്ടുപോയ നിയമത്തിൻ്റെ അനുസരിച്ചിട്ടേ അവർക്ക് ജയിലിലിടാൻ പറ്റൂ, ഭക്ഷണം കൊടുക്കാതിരിക്കാനും പറ്റൂല. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത്രയും കൊച്ചു കുട്ടിനോട് ക്രൂരത കാണിച്ച ഈ ഒരു വ്യക്തിനെ നാളെ പിറ്റേന്ന് പുറത്തിറക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? 1.5 വയസ്സിന് പ്രതികരിക്കാൻ പറ്റാത്ത 1.5 വയസ്സുകാരനോട് പോലും ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം ചെയ്ത ഒരു വ്യക്തിയെ എന്തിനാണ് നമ്മൾ തീറ്റിപ്പോയിട്ട് ജയിലിടുന്നത്? നിങ്ങൾ പ്രതികരിക്കും. ഇത്ര തന്നെ ആ സമയത്ത് തന്നെ നാട്ടുകാർക്ക് കല്ലെറിഞ്ഞ് കൊല്ലാമായിരുന്നു. UP നടക്കുന്ന പോലെ കല്ലെറിഞ്ഞ് കൊല്ലണം. വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ. കാരണം അത്രയും മാനസികമായി തകർന്ന ഒരു വീഡിയോകളാണ് നമ്മൾ കണ്ടുകൊണ്ടുന്നത്. നമ്മളെ വീട്ടിലുണ്ട് കുഞ്ഞുങ്ങൾ. 1.5 വയസ്സുകാരനെന്ന് ആലോചിച്ച് നോക്കിയാൽ ഒന്ന് പ്രതികരിക്കാൻ പോലും ശക്തിയില്ലാത്ത കുട്ടി. 1-2 ദിവസം മുമ്പേ, കുറച്ച് ദിവസം മുമ്പേ ആ കുട്ടിയെ 2 കൈയും കെട്ടിയിട്ട് പോകുന്ന സമയത്ത് ഒരു യൂട്യൂബ് ചാനലിൽ ആരോ വീഡിയോ എടുത്തൊരു വീഡിയോ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത്, ആ മാതാവ് പറഞ്ഞത്, മാതാവ് അവൾ പറഞ്ഞത് എന്താണെന്നറിയോ? സൈക്കിളിൽ നിന്ന് വീണിട്ട് മുറിവ് പറ്റിയതാണ്, കൈയിൻ്റെ എല്ലുകൾ പൊട്ടിയതാണ്. അപ്പം കാമഭ്രാന്തിന് വേണ്ടിയിട്ട് കാമുകനെ മകനെ ഏൽപ്പിച്ചിട്ട് കൊലപ്പെടുത്തിയ അവളെയും അറസ്റ്റ് ചെയ്യണം. അവളെയും ഇതുപോലെ നാട്ടുകാരുടെ മുമ്പിൽ വിചാരണ ചെയ്തിട്ട് എറിഞ്ഞു കൊല്ലണം. അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ ഒന്നും ഒരിക്കലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. കാരണം ഇവനെയൊക്കെ ജയിലിൽ തീറ്റിപ്പോറ്റും എന്നുള്ളത് ജനങ്ങൾ കൂട്ടമായിട്ട് നിന്നിട്ട് അവനെ എറിഞ്ഞു കൊല്ലുക, അതാ ചെയ്യാൻ പറ്റൂ. അത് ഒരു പാഠമായി ഇനി ഇങ്ങനെയൊരു സംഭവം നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എതിർപ്പുള്ള ആൾക്കാരുണ്ടാവും. എന്തായാലും നല്ലതായാലും ചീത്തയായാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.